കോഴിക്കോട്ടെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോടും മുനിസിപ്പൽ സെക്രട്ടറിയോടുമാണ് റിപ്പോർട്ട് തേടിയത്. ഇവരുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിന്റെ പരിശോധന ഉണ്ടാവുകയും 90 കടകൾക്ക് മാത്രമാണ് പ്രവർത്തിക്കുവാൻ അനുവദനീയമായ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 90-ലധികം കടകൾ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ തന്നെ ഈ ഐസ് കട്ടകൾ, അതായത് ഈ ഐസ് ഉൽപ്പന്നങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ തന്നെ ചില ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെയും അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്ത വ്യാപനം ദിവസങ്ങൾ തോറും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, 2 മരണങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ, അതായത് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്താൽ 54-ലധികം പേർക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂട്ടിയാൽ തന്നെ 54-ലധികം മഞ്ഞപ്പിത്ത രോഗികൾ ജില്ലയിൽ ഉണ്ടാവും എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ മഞ്ഞപ്പിത്ത വ്യാപനം തടയാൻ യാതൊരു തരത്തിലുള്ള നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നൊരു ആരോപണവും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ഇത്തരത്തിലുള്ള രോഗവ്യാപനം ഉണ്ടാകുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഇടപെടലുണ്ടാകുന്നില്ല, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര ഇടപെടലുണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ തട്ടുകടകളിലൊക്കെ തന്നെയും പരിശോധന നടക്കുമ്പോൾ തന്നെ അവിടെ കൂടി നിന്ന ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഈ സമയത്തോട് എത്തുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ തന്നെ ഇവർ പറയുന്നത് ഇത്തരത്തിൽ രോഗം വ്യാപിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന കാര്യക്ഷമമാക്കി ആരോഗ്യ വകുപ്പ് നടക്കുന്നത് എന്നൊരു കാര്യമാണ്. നമുക്കറിയാം, കോഴിക്കോട് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഐശ്വര്യത്തിക്കൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പരിശോധനയിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കൂടാതെ തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവിടെ എത്തിക്കുന്ന ജലസ്രോതസ്സുകളെ കേന്ദ്രീകരിച്ച് കാര്യക്ഷമമായ പരിശോധന നടത്തുന്നില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും ദിഷ്നയാണ് വിവരങ്ങൾ നൽകിയത്.